ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് തന്നെ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഒരു 1/4 കപ്പ്. ഇത് 1/4 കപ്പിൻ്റെ അളവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മൂടി വയ്ക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇതാ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈസ്റ്റ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കും. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് മുട്ട നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചോ വിസ്ക് വെച്ചോ മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആ നിർബന്ധമില്ല, ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചേർക്കുക. നമ്മൾ ആ മുട്ട ചേർക്കുന്നതിൻ്റെ ആ സ്മെല്ലും ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. നമുക്കിതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ടേബിൾ സ്പൂണിലാണ് കേട്ടോ, അളവൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അത് പൊടിച്ചെടുക്കുക, അത് ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിത് കറുകപ്പട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു പിഞ്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ചിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിക്കില്ലേ, അതിൽ കൂടെ ചേർത്തിട്ട് ഒരു ഗ്രാമ്പു ആയാലും മതി, ഇല്ലാണ്ടെങ്കിൽ കറുവപ്പട്ടയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലും ആ ഫ്ലേവറും ആണ് കേട്ടോ നമ്മുടെ ഡോണറ്റിന് കിട്ടുക. ഇനി ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ബട്ടറാണ് കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. 1 മണിക്കൂർ മുമ്പ് ഒന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചാണ് ബട്ടർ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കൈ വെച്ച്, സ്പൂണൊന്നും വേണ്ട കേട്ടോ, കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബട്ടർ ചേർത്താൽ മതി കേട്ടോ. നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ വല്ലാണ്ട് നമ്മുടെ ഈ മാവ് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാവ് ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ്. 1 മുതൽ ഒരു 3 മണിക്കൂർ വരെ നമുക്ക് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊന്തി വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ കയ്യിലിട്ടാൽ ഇങ്ങനെ തെന്നിക്കളിക്കുന്ന ഒരു പാകമാണ്. ഇനി നമുക്കതൊന്ന് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ മാവിട്ടിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം. കൈ വെച്ച് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി കുഴച്ച് എടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ റോളർ വെച്ചോ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ റോളറാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഒക്കെ പരത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ റോളർ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചും പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് തിന്നാവുകയും ചെയ്യരുത്. നമ്മൾ ആ ഒരു രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കട്ടെ. ഇതുപോലെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച്
കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എഡ്ജ് നല്ല ഷാർപ്പായിട്ടുള്ള ഏത് പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എക്സസ് ആയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതിങ്ങനെ റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പരത്തിയിട്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ നമ്മൾ ചെയ്ത പോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം, നമ്മുടെ സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതുപോലെ കൈ കൊണ്ട് പരത്തിയിട്ട് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു ഷേപ്പാക്കി എക്സസ് ആയിട്ടുള്ളത് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഇതുപോലെ ഒരു വാനില എസൻസിൻ്റെ അടപ്പൻ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് ഇതുപോലെ റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നല്ല ഡോണറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ എടുത്തൊരു മാവിൻ്റെ അളവിൽ നമുക്കിതാ ഒരു 10 ഡോണറ്റാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്കിട്ട് ഒന്ന് കോരി എടുക്കാം. അപ്പോൾ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ട് പൊങ്ങി അതുപോലെ കളറ് മാറി ചേഞ്ചായിട്ട് വരും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആവണ്ട. കുറച്ച് സമയം നമ്മൾ കോരി മാറ്റി ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും ഒന്നും കൂടി ഒന്നത് ഡാർക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ഞാനിതെല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. 10 ഡോണട്ട്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 9 ഡോണട്ട്സേ കാണുള്ളൂ കേട്ടോ. ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ ഞാനും എൻ്റെ മോളും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കിച്ചണിൽ നമുക്ക് നിന്നാൽ തന്നെ നമ്മുടെ കൺട്രോൾ പോകും. അത്ര നല്ലൊരു മണമാണ് അല്ലേ. നല്ലൊരു ടേസ്റ്റും ഇതൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഗാർണിഷ് ചെയ്തില്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാവുന്ന ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ഡോണറ്റിൻ്റെ ആ ഒരു രീതി എന്ന് വെച്ചാൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മുക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസും ചോക്ലേറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ആദ്യം ഒരു ഡോണറ്റ് എടുത്തിട്ട് ഡാർക്ക് ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രഞ്ചി ബോൾസ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. അടുത്ത വീണ്ടും നമ്മളിതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസൈൻ എന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. അടുത്തത് ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്കാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് ഒന്നും മെൽറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൈറ്റിലേക്ക് നമ്മൾ ചോക്കോ ചിപ്സാണ് കേട്ടോ വെച്ചത്. അടുത്ത വൈറ്റിലേക്ക് ഞാൻ ഇതുപോലെ നേരത്തെ ബ്ലാക്കിൽ വൈറ്റ് ചെയ്ത പോലെ ഇത് വൈറ്റിൽ ബ്ലാക്ക് ചെയ്യാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഡിസൈനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതും നല്ലൊരു ഡിസൈനായിട്ട് അങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടുത്ത ഡോണറ്റ് വീണ്ടും ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ ബോൾസാണ് നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ സ്പ്രിങ്കിൾസ് അതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും ഇല്ലാത്തവർ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് അതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വൈറ്റ് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു ക്യാമറ കാണുന്നതിലും ഒത്തിരി ഭംഗിയാണ് നേരിട്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ
നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയും കഴിക്കാനുള്ള ടെൻഡൻസിയാണ്, കാരണം ഫ്രൈ ചെയ്തെടുത്തപ്പോഴേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ചോക്ലേറ്റും കൂടെ ഡിപ്പ് ചെയ്തൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ രുചി ആലോചിച്ചിട്ട് എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കായാലും ഇവിടെ യാതൊരു കൺട്രോൾ ഇല്ലാണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് തരാം എന്നുള്ള നിലപാടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല നല്ല സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ.